അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായമായ സൂറത്തുൽ ആദിയാത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ആദിയാത്തിൻ്റെ ആമുഖവും ആദ്യത്തെ 5 ആയത്തുകളുടെ ആശയവും നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് 6 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് وإنه على ذلك لشهيد وإنه لحب الخير لشديد. സൂറത്തുൽ ആദിയാത്തിലെ ആദ്യ സൂക്തങ്ങളിൽ നാം ഒരു പടക്കുതിരയെ പരിചയപ്പെട്ടു, അല്ലേ? കുതിച്ച് കിതച്ച് പായുന്ന കുതിര, യജമാനൻ്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും അനുസരിച്ച് ജീവൻ പോലും അവഗണിച്ച് അങ്ങനെ ആക്രമണം നടത്തുന്ന കുതിരയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. അതിൽ 2 പോയിന്റ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താണ് ഈ കുതിര യജമാനനോട് കാണിക്കുന്ന നന്ദി, ആ നന്ദി ബോധം മനുഷ്യൻ എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല? രണ്ടാമത്തേത്, ഈ കുതിര വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ അനുഗ്രഹത്തെ പലപ്പോഴും മനുഷ്യൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയല്ലേ ഉപയോഗപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അല്ലാഹു തആല അടുത്ത 3 ആയത്തുകളിൽ 6, 7, 8 ആയത്തുകളിൽ ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ 6-ാമത്തെ ആയത്ത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന് നേരെ അള്ളാഹുവിൻ്റെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ്. ഇന്ന, നിശ്ചയം. ഇന്ന നമ്മൾ നേരത്തെ പഠിച്ചല്ലേ? സൂറ തുടങ്ങിയത് തന്നെ ഇന്ന കൊണ്ടാണ്, അല്ലേ? ഇന്ന അഅ്തൈനാക്കൽ കൗസർ. ഇന്ന, നിശ്ചയം. അൽ ഇൻസാൻ, മനുഷ്യൻ. അൽ ഇൻസാൻ എവിടെ പഠിച്ചത്? ഇന്നൽ ഇൻസാൻ എന്ന് തന്നെ പഠിച്ചല്ലോ സൂറത്തുൽ അസ്റിലാണ്, അല്ലേ? ഇന്നൽ ഇൻസാൻ, നിശ്ചയം മനുഷ്യൻ. ലി റബ്ബിഹി, തൻ്റെ നാഥനോട്. ലി, ഓട് എന്നർത്ഥം പറയാം. റബ്ബ്, ലി റബ്ബ്, റബ്ബിനോട്, നാഥനോട്. റബ്ബിഹി, തൻ്റെ നാഥനോട്. നിശ്ചയം മനുഷ്യൻ തൻ്റെ നാഥനോട് എങ്ങനെയാണ്? ല, തീർച്ചയായും, കനൂദ്, നന്ദി കെട്ടവനാണ്. അള്ളാഹു പറയാം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയം മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ല ഫീ ഖുസ്ർ. നേരത്തെ ഇതേ ശൈലിയിലാണ് സൂറത്തുൽ അസ്റിൽ പഠിച്ചത്. ഇന്നയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ല എന്ന അക്ഷരം വരുന്നുണ്ട്, അല്ലേ? അതേ ശൈലിയിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയം മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവനായിരിക്കുന്നു. ഇതെന്ത് വർത്തമാനമാണല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണോ? പക്ഷെ പൊതുവെ മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് ഞാൻ അങ്ങനെയല്ല എന്ന് പറയാം. പക്ഷെ പൊതുവെ മനുഷ്യനുണ്ടല്ലോ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനനുസരിച്ച് നന്ദി കാണിക്കുന്നവരൊന്നുമല്ല. കുറച്ചൊക്കെ ചെയ്യും, അല്ലേ? പലപ്പോഴും അങ്ങനെയല്ലേ നമുക്ക് സംഭവിക്കാം. നമസ്കരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ അവൻ ഫ്രീ ആയിട്ട് തന്നതാണ്. പക്ഷെ ആ 24 മണിക്കൂറിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മതി ഒരു നേരത്തെ നിസ്കാരത്തിന്. അത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? വേറെ എന്തൊക്കെ പണിയുണ്ട്? ഒരു പേജ് ഖുർആൻ ഓതാൻ മാക്സിമം ഒരു 5 മിനിറ്റ് മതി. പക്ഷേ അത് അനുവദിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ക്യൂ സ്പോട്ടിൽ ആകെപ്പാടെ 15 മിനിറ്റാണ്. 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റ് കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ശരിയാണല്ലോ, ഞാനും അള്ളാഹുവോട് അത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനൊന്നും അല്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നത്, അല്ലേ? എന്നിട്ട് അവനോട് നന്ദി ഇല്ലാത്തവരായിട്ട്
മനുഷ്യൻ മാറിപ്പോകുന്നു. അത് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ് എന്ന് അള്ളാഹു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പടക്കുതിരയോട് കമ്പയർ ചെയ്തുകൊണ്ട് കൂടിയാണത്, അല്ലേ? പടക്കുതിര അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ആ യജമാനന് വേണ്ടിയിട്ട് എത്രമാത്രമാണ് തന്നെ സമർപ്പിച്ചത്. പക്ഷേ മനുഷ്യൻ അത്ര പോലും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ്. പിന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. ഇപ്പോൾ മൊബൈൽ ഫോണ്, ടാബ് ഒക്കെ അല്ലേ നമ്മുടെ കയ്യിൽ. അത് നമ്മൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് കേവല വിനോദങ്ങൾക്ക്, ഗെയിമുകൾക്ക്, അനാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും, അല്ലേ? അങ്ങനെയാണ് അധികവും സംഭവിക്കുക. മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവ് അധികവും അവൻ ഉപയോഗിക്കുന്നത് സ്വന്തത്തിനും മറ്റുള്ളവർക്കും നാശത്തിന് വേണ്ടിയാണ്. അങ്ങനെയല്ലേ? അക്രമങ്ങളൊക്കെ നടക്കുന്നില്ല, യുദ്ധങ്ങൾ നടക്കുന്നു. അതിനുവേണ്ടി മനുഷ്യൻ ഒരുപാട് അധ്വാനിച്ച് പലതരത്തിലുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നു. തോക്കും വെടിക്കോപ്പുകളും യുദ്ധവിമാനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ പലതും, ആറ്റം ബോംബ് പോലെയുള്ളത്, ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുകയല്ലേ? അപ്പോൾ അള്ളാഹു നൽകിയ കഴിവുകൾ ദുരുപയോഗം ചെയ്യാണ് മനുഷ്യൻ. അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ് ഖലീലും മിൻ ഇബാദിയ ഷക്കൂർ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എൻ്റെ ദാസരിൽ വളരെ കുറച്ച് ആളാണ് എന്നോട് ഗ്രാറ്റിറ്റ്യൂഡുള്ള, നന്ദി ബോധമുള്ളവരായിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും പറഞ്ഞത്. എന്നിട്ട് പറയാം, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊരു പക്ഷേ നമ്മൾ മറുപടി പറയുമ്പോൾ അള്ളാഹു പറയുന്നു വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. 7-ാമത്തെ ആയത്ത്. വ ഇന്നഹു, തീർച്ചയായും അവൻ, അലാ ദാലിക്, അതിന്, ഈ നന്ദികേടിന്, ലശഹീദ്, സാക്ഷിയാണ് എന്ന് പറയുന്നു. ഷഹീദ് എന്ന വാക്ക് സാധാരണ രക്തസാക്ഷി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അല്ലേ? ഒരാൾ എന്തിനാണോ സാക്ഷിയാകുന്നത് അതിനനുസരിച്ച് ഷഹീദ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഞാൻ സത്യത്തിൻ്റെ പക്ഷത്താണ് എന്ന് ഒരാൾ തൻ്റെ രക്തം നൽകിയിട്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് രക്തസാക്ഷ്യമായിട്ട് മാറും, അല്ലേ? അല്ലെങ്കിലും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ സാക്ഷിയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ അവനവൻ്റെ നന്ദി കേടിന് ഓരോ മനുഷ്യനും സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ സ്വയം ഒരു വിചാരണ ചെയ്ത് നോക്കിയാൽ ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ചാൽ ഞാൻ അള്ളാഹുവോട് നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഈ കണ്ണ് വലിയ അനുഗ്രഹമാണ്, പക്ഷെ കണ്ണുകൊണ്ട് എന്തൊക്കെയാണ് കാണുന്നത്? കാത് അനുഗ്രഹമാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് കേൾക്കുന്നത്? നാവ് കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത്? കാലുകൊണ്ട് എങ്ങോട്ടൊക്കെയാണ് നടന്നു പോകുന്നത്, അല്ലേ? അള്ളാഹു നൽകിയ ബുദ്ധി, നമ്മുടെ മെമ്മറി പവർ, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദിയില്ലാത്തവനായിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാണ്. നീ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, നിനക്ക് മനസ്സിലാവും ആ നിലക്ക് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നോക്കിയാൽ മനസ്സിലാവും നാം അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ചാണോ, അതല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലാണോ മുന്നോട്ട് പോകുന്നത്. അത് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. വ ഇന്നഹു, നിശ്ചയം അവൻ, ആ മനുഷ്യൻ തന്നെ, അലാ ദാലിക, ഈ നന്ദികേടിന് ലശഹീദ്, സാക്ഷിയാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരാണ്. അതിനൊരു പ്രധാന കാരണം എന്താണെന്നറിയോ? അതാണ് 8-ാമത്തെ ആയത്തിൽ പറയുന്നത്, വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വ ഇന്നഹു, നിശ്ചയം അവൻ, ലിഹുബ്, ഹുബ് സ്നേഹമാണ്, അല്ലേ? അല്ലെങ്കിൽ ഇഷ്ടമാണ്, ഇഷ്ടത്തോട്, അൽ ഖൈർ, ഖൈർ എന്ന വാക്കിന് നന്മ എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം പറയാം. ഉത്തമമായത്, നന്മ. ഇവിടെ എന്താ അർത്ഥം? ഇവിടെ തികച്ചും വ്യത്യസ്തമായൊരർത്ഥമാണ്. സമ്പത്ത്, ധനം, അല്ലെങ്കിൽ ഭൗതിക വിഭവം എന്നൊക്കെയാണ് ഇവിടെ ഖൈറിനർത്ഥം. വ ഇന്നഹു, നിശ്ചയം ഈ മനുഷ്യൻ, ലിഹുബ്ബിൽ ഖൈർ, സമ്പത്തിനോടുള്ള സ്നേഹത്താൽ, ലശദീദ്, ഏറെ കാഠിന്യമുള്ളവനായിരിക്കുന്നു. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, അതിന് ഏത് വഴിയും സ്വീകരിക്കാം എന്ന അവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു അവൻ്റെ നന്ദികേടിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയാൻ. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ശിക്ഷയോട് ചേർത്തുകൊണ്ടൊക്കെ അദാബുൻ ഷദീദ് എന്നൊക്കെ പ്രയോഗിച്ച് കാണാം. അതുപോലെ ഒരാളുടെ മനസ്സ് ഒന്നിൽ തന്നെ കുരുങ്ങി
അതിനുവേണ്ടി തന്നെ ഇങ്ങനെ മെഷീൻ മാതിരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സമ്പാദിക്കണം അല്ലേ, വേറൊരു ഉദ്ദേശമില്ല. സൂറത്തുൽ ഹുമസയിൽ നമ്മൾ അതാണ് പഠിച്ചത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അയാൾ എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കുന്നു, എന്നിട്ട് എണ്ണി കണക്കാക്കിയിട്ട് പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലാലും ഹറാമും പ്രശ്നമില്ല, ആരെ വഞ്ചിച്ചും ആരെ ആക്രമിച്ചും വേണമെങ്കിൽ കൊലപ്പെടുത്തിയും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതാണല്ലേ. ഒരുപാട് തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവോടുള്ള ഗുരുതരമായ നന്ദികേടല്ലേ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ തന്നെ ഉപദ്രവിച്ചിട്ടൊക്കെ ആൾക്കാർ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ കൊള്ള നടത്തുന്നുണ്ട്, അക്രമം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ പല വിധത്തിലും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്ത് നമ്മുടെ ലോകത്തുണ്ടായ വലിയൊരു സംഭവമില്ലേ, വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയില്ലേ, തട്ടിക്കൊണ്ടുപോയി. ആരാ ചെയ്തത്? അമേരിക്കയാണ്. കാരണം അവിടെ ധാരാളം എണ്ണ സമ്പത്തുണ്ട്, അത് ഊറ്റിയെടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഇങ്ങനെ പലരും പല വിധത്തിൽ അക്രമങ്ങളും കൊലയും കൊള്ളിവെപ്പൊക്കെ നടത്താൻ കാരണം സമ്പാദിക്കണം, കാശുണ്ടാക്കണം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വിശുദ്ധ ഖുർആനിൽ ഖൈർ എന്ന വാക്ക് സമ്പത്തിന് വേണ്ടി ഉപയോഗിച്ച വേറെ സന്ദർഭങ്ങൾ ഏതാണ്? അത് നിങ്ങളൊന്ന് മുതിർന്നവരോട് അന്വേഷിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കണം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇവിടെ സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ച് പറയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പല കോഴ്സുകളും പഠിക്കുന്നവരല്ലേ. ഇപ്പോൾ 10th പഠിക്കുന്നവരുണ്ടാവും, +2 ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞാൽ ഇനി എന്ത് പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ കോഴ്സുകൾക്കൊക്കെ വമ്പിച്ച വലിയ ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് പലപ്പോഴും തുടർ പഠനത്തിന് പോവുക അല്ലേ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ജോലി കിട്ടിയാൽ ആ ക്യാഷ് എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ആളുകളിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയൊക്കെ വെറും കാശിന് വേണ്ടിയായി മാറുന്ന ഒരു ഇൻഡസ്ട്രി മോഡലായിട്ട് മാറുകയാണ് അല്ലേ, ഒരു വ്യവസായം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതിനാൽ അതൊക്കെ ശരിക്കും ഈ നന്ദികേടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ കുട്ടികളൊക്കെ ഇപ്പോൾ പലരും റീൽസൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, ഷോർട്സും റീൽസൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കുകയാണ്. അത് പലപ്പോഴും തെറ്റായ മെസ്സേജുകളാണ് പലരും ആളുകൾക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അപ്പോൾ ഇവിടെ അള്ളാഹു മനുഷ്യനെ നോക്കിയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. രണ്ടാമത് പറയാണ്, അവൻ തന്നെ, ആ മനുഷ്യൻ തന്നെ അതിൻ്റെ സാക്ഷിയാണ്, അവന് തന്നെ നല്ലോണം അറിയാം. മൂന്നാമത്തേത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം സമ്പത്തിനോടുള്ള അവൻ്റെ അമിതമായ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ്. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന താല്പര്യമാണ് എന്ന് അള്ളാഹു തആല പറയുന്നു. വളരെ ഗുരുതരമാണ്. അപ്പോൾ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കണം, എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ? ഞാൻ അള്ളാഹുവോടുള്ള നന്ദി പ്രകടിപ്പിക്കാതെ അവനിൽ നിന്ന് അകന്ന് വെറും സമ്പാദിക്കാനും അല്ലെങ്കിൽ ഭൗതികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വാപ്പമാർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ നന്ദിയുള്ള മക്കളാവണം എന്നാണ്. ആ നന്ദി ബോധമുള്ളവരായിട്ട് മാറണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വരാറുണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ ആയിഷ ബീവി ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നില്ലേ, ആയിഷ ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നന്ദി ബോധമുള്ളവരാണ് നമ്മൾ. അതിനാൽ അള്ളാഹുവോട് നന്ദി കാണിക്കാൻ വേണ്ടി ആവണം നമ്മുടെ ജീവിതം. അള്ളാഹുവെ, ആ നിലയിൽ നന്ദി ബോധമുള്ളവരിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.